വാർത്തയിലേക്ക് വിശദമായി. യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിലുണ്ടായ സംഘർഷത്തിൽ പോലീസും സംഘടനയും തമ്മിൽ ഒത്തുതീർപ്പായി. 2 പ്രവർത്തകർ കന്റോൺമെന്റ് പോലീസിന് മുന്നിൽ കീഴടങ്ങി. യൂത്ത് കോൺഗ്രസ് നേമം അസംബ്ലി സെക്രട്ടറി ഹൈദർ അലി, ചെറിയതുറ യൂണിറ്റ് പ്രസിഡന്റ് ഹനോക്ക് എന്നിവരാണ് കീഴടങ്ങിയത്. DCC ഓഫീസിൽ പോലീസും നേതാക്കളും തമ്മിൽ നടന്ന ചർച്ചയിലാണ് സമവായമുണ്ടായത്. പ്രവർത്തകർക്കെതിരെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനടക്കം ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തു. കരിങ്കോടി പ്രതിഷേധങ്ങൾക്കെതിരായ പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ചിൽ സംഘർഷമുണ്ടായതോടെ പോലീസ് 5 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. ഇതോടെ പോലീസിന് നേരെ വ്യാപക കല്ലേറുണ്ടായി. സെക്രട്ടേറിയറ്റിന്റെ മതിൽ ചാടിക്കടക്കാനുള്ള ശ്രമം പോലീസ് തടഞ്ഞതോടെ കമ്പുകളും വടികളുമായി പ്രവർത്തകർ പോലീസിനെ ആക്രമിച്ചു. ആദ്യഘട്ടത്തിൽ സംയമനം പാലിച്ച പോലീസ് പിന്നീട് പ്രവർത്തകരെ ലാത്തി വീശി ഓടിച്ചു. സംഘർഷത്തിനിടെ പോലീസിനും പ്രവർത്തകർക്കും പരിക്കേറ്റു. വനിതാ പ്രവർത്തകയുടെ വസ്ത്രം സംഘർഷത്തിനിടെ പോലീസ് വലിച്ചുകീറി. പോലീസ് വാഹനത്തിന്റെ ചില്ല് പ്രവർത്തകർ അടിച്ചു തകർത്തു. പോലീസിനെ ആക്രമിച്ച പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് എതിർവശത്തുള്ള കെട്ടിടത്തിൽ ഒളിച്ചതായി പോലീസ് ആരോപിച്ചു. പ്രവർത്തകരെ പിടികൂടാനുള്ള പോലീസിന്റെ ശ്രമം ചെറുത്തത് വലിയ വാക്കേറ്റത്തിനിടയാക്കി. വെച്ച് ഞങ്ങൾ അഭിപ്രായം മാറ്റി. അടിച്ചാൽ തിരിച്ചടിക്കും, കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറഞ്ഞല്ലോ. ഞാനൊരു വാചകം ആവർത്തിക്കുന്നു. പോലീസിനോടാണ്, DGPയോടാണ്, കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയോടാണ്. നിങ്ങൾ കല്യാശ്ശേരി മുതൽ കൊല്ലം വരെ ഞങ്ങളെ ഉപദ്രവിച്ച ആ കേസുകളിൽ ശരിയായ വകുപ്പുകൾ ചേർത്ത് നിങ്ങൾ ആ ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യുകയും അവരെ ജയിലിൽ അടയ്ക്കുകയും ചെയ്യണം. നിങ്ങളുടെ ഗൺമാൻമാർ, നിങ്ങളുടെ PSOമാർ ക്രിമിനലുകളാണ്. അവരെ നിങ്ങൾ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണം. ഈ 2 കാര്യവും ചെയ്തില്ലെങ്കിൽ തിരിച്ചടിക്കണം. തിരിച്ചടിക്കും, ഒരു സംശയവും വേണ്ട. എണ്ണി അടിക്കും. കല്യാശ്ശേരി മുതൽ കൊല്ലം വരെ യൂത്ത് കോൺഗ്രസുകാരെ തെരുവിലിട്ട് പേപ്പട്ടിയെ പോലെ തല്ലിയവരുടെ പേരുകൾ മുഴുവൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. വഴിയിലിട്ട് ഇവരെ വയർലെസ് സെറ്റ് വെച്ച് തലക്കിടിച്ചവരെ, മാരകായുധങ്ങൾ വെച്ച് ആക്രമിച്ചവരെ, പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നവരെ, ആലപ്പുഴയിൽ ചെന്ന് ക്രൂരമായി മർദ്ദിച്ചവരെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട അജിമോനെ പുറകിൽ നിന്ന് ചവിട്ടിയവനെ, എല്ലാവന്റെയും പേരും അവന്റെ മേൽവിലാസവും ഞങ്ങളുണ്ട്. ഉദ്ഘാടനത്തിന് ശേഷം മടങ്ങിയ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മടങ്ങിയെത്തിയതോടെ പ്രവർത്തകർ വീണ്ടും സംഘടിച്ചു. Mira.
പോലീസിന് നേരെ വീണ്ടും കല്ലേറുണ്ടായി. വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേരുകയാണ്. ഡാൻ, അക്ഷരാർത്ഥത്തിൽ തെരുവ് യുദ്ധമാണ് ഇന്ന് തിരുവനന്തപുരം നഗരത്തിൽ നടന്നത്. വലിയ തരത്തിലുള്ള സംഘർഷങ്ങൾക്ക് വഴിതെളിച്ചു. മണിക്കൂറുകളോളം അത് നീണ്ടു നിൽക്കുകയും ചെയ്തു. ഇപ്പോൾ 2 പ്രവർത്തകർ കീഴടങ്ങി എന്ന വിവരമാണ് വരുന്നത്. പ്രശ്നങ്ങൾ അവസാനിച്ചോ? സംഘർഷ സാധ്യത പൂർണ്ണമായും നീങ്ങിയോ? എന്താണ് നഗരത്തിലെ കാഴ്ചകൾ? സമീപകാലത്തൊന്നും തലസ്ഥാന നഗരം സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ പ്രതിഷേധ പരിപാടികൾക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഉച്ച മുതൽ പ്രതിപക്ഷ യുവജന സംഘടന നേതൃത്വം നൽകിയത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് പോയതിന് തൊട്ട് പിന്നാലെ പ്രവർത്തകർ പോലീസ് ബാരിക്കേഡിന് നേരെ നടത്തിയ അതിക്രമം അവിടെ നിന്ന് തുടങ്ങി പോലീസിനെ വടികൊണ്ട് അടിക്കുന്ന തരത്തിലേക്ക് വളരെ പ്രകോപനപരമായ പ്രതിഷേധ ശൈലിയായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. തുടർന്ന് പോലീസിന്റെ വരുൺ ബസിന് ജലപീരങ്കി പ്രയോഗിക്കുന്ന വരുൺ ബസിന് നേരെ രൂക്ഷമായ കല്ലേറുണ്ടായി. അപ്പോഴും പോലീസ് സംയമനം പിടിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ കൂടുതൽ പ്രവർത്തകർ സംഘടിച്ചെത്തുന്ന ഒരു സാഹചര്യം എത്തിയതോടെയാണ് ലാത്തി കൊണ്ട് വിരട്ടി ഓടിക്കുന്ന ഒരു സാഹചര്യം, ലാത്തി വീശി വിരട്ടി ഓടിക്കുന്ന സാഹചര്യം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനിടയിലാണ് ഏതാനും പ്രവർത്തകർ സമീപത്തെ സ്വകാര്യ സ്ഥാപനത്തിനുള്ളിൽ കയറി ഒളിക്കുന്ന നിലയുണ്ടായത്. അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വനിതാ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൂടി അകത്തേക്ക് കയറി. അതിനിടയിൽ ഇവരെ പിടികൂടുന്നതിന് വേണ്ടി സ്വകാര്യ സ്ഥാപനത്തിന്റെ പുറത്ത് പോലീസ് കാത്തു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായതോടെയാണ് നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറിയത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉടൻ തന്നെ തിരികെ എത്തി ഈ സ്ഥാപനത്തിന് മുമ്പിൽ നിന്ന് ഈ പ്രവർത്തകരെ തന്റെ സ്വന്തം വാഹനത്തിൽ കയറ്റി, ഔദ്യോഗിക വാഹനത്തിൽ കയറ്റി അവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോവുകയായിരുന്നു. പോലീസിന് പിടികൊടുക്കാതെ പിന്നീട് DCC ഓഫീസിന് മുമ്പിലേക്ക്, ബേക്കർ ജംഗ്ഷനിലേക്ക് ഈ സംഘർഷം വഴിമാറി. DCC ഓഫീസിന് മുമ്പിൽ പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്നതിന് സമാനമായ സാഹചര്യം ഉണ്ടായി. പോലീസിന് നേരെ രൂക്ഷമായ കല്ലേറ് ഇവിടെ വെച്ച പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായി. തുടർന്ന് പ്രതിഷേധത്തിനിടെ പോലീസിന്റെ വാഹനങ്ങൾ അടിച്ചു തകർത്ത കേസിൽ ഉൾപ്പെട്ടവർ ഉൾപ്പെടെയുള്ളവർ DCC ഓഫീസിനുള്ളിൽ ഒളിച്ചു. ഇവരെ പിടികൂടുന്നതിന് വേണ്ടി കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ബേക്കർ ജംഗ്ഷനിൽ DCC ഓഫീസിന് സമീപം നിലയുറപ്പിച്ചതാണ് നാടകീയമായ മണിക്കൂറുകൾക്ക് വഴിവെച്ചത്. എന്തായാലും അല്പസമയം മുമ്പ് 2 പേർ, ഹൈദർ അലി ഹാനോക്ക്, 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലെത്തി കുറ്റമേറ്റുകൊണ്ട് കീഴടങ്ങിയതോടെയാണ് പോലീസ് DCC ഓഫീസിന്റെ മുമ്പിൽ നിന്ന് പിൻവാങ്ങുവാൻ തയ്യാറായത്. അതുവരെയും സംഘർഷഭരിതമായ അന്തരീക്ഷമായിരുന്നു. കാരണം DCC ഓഫീസിനുള്ളിലേക്ക് കയറുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തി. പ്രവർത്തകരെ കീഴടങ്ങാൻ തയ്യാറാകാത്ത പക്ഷം DCC ഓഫീസിനുള്ളിൽ കയറി തങ്ങൾ അവരെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു ഉടനെ ഷാഫി പറമ്പിൽ MLA-യുടെ നേതൃത്വത്തിൽ അത്രയ്ക്ക് സുഗമമായി ആരെയും ഇവിടെ നിന്ന് കയറി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പോലീസിന് കഴിയുകയില്ലെന്ന വെല്ലുവിളി നടത്തി. അതിനിടയിലാണ് 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇവർ കീഴടങ്ങുകയായിരുന്നുവെന്നും അല്ല പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു എന്ന് 2 തരത്തിലുള്ള വിവരങ്ങളുണ്ട്. പക്ഷേ ഇതിൽ ഏതാണ് കൃത്യമായ വിവരമെന്ന് നമുക്ക് ഇതുവരെ സ്ഥിരീകരിക്കാനായിട്ടില്ല. എന്തായാലും കന്റോൺമെന്റ് SI ദിൽജിത്ത് ഉൾപ്പെടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 4 പോലീസ് വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും ഇന്ന് നടന്ന ഈ അക്രമ പ്രതിഷേധ മാർച്ചിനിടയിൽ പരിക്കേറ്റിട്ടുള്ളതായി നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ നേടുക. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. അക്ഷരാർത്ഥത്തിൽ മണിക്കൂറുകൾ നീണ്ട തെരുവ് യുദ്ധം ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു. പോലീസിൽ 2 പ്രവർത്തകർ കീഴടങ്ങിയിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ച മുഖ്യമന്ത്രിയുടെ ഗഡ്മാനെ പുറത്താക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. അക്രമികൾക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ നിയമം കയ്യിലെടുക്കും. മുഖ്യമന്ത്രിയാണ് കലാപാഹ്വാനം നടത്തിയതെന്നും തിരിച്ചടിക്കാൻ കഴിവുണ്ടെന്നും VD സതീശൻ പറഞ്ഞു. ഞങ്ങളെ കൊണ്ട് നിയമം കയ്യിലെടുപ്പിക്കരുത്. ഞങ്ങൾ നിയമം കയ്യിലെടുക്കും. ഞങ്ങൾക്കും പറ്റും. ഈ അടിച്ച ആളുകളെയൊക്കെ തിരിച്ചടിക്കാൻ ഞങ്ങൾക്ക് പറ്റും. ഞങ്ങളെ കൊണ്ട് അത് ചെയ്യിക്കരുത്. തെരുവിലേക്ക് ഇത് വലിച്ചഴക്കരുതെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പോലീസ് മാന്യമായിട്ട് കേസെടുക്കണം. ആരാണ് കുറ്റവാളികളെന്ന് വെച്ചാൽ അവരെ കൊണ്ടുവരണം. മുഖ്യമന്ത്രിയുടെ ഗൺമാനെ പുറത്താക്കണം. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അധികാരം ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ക്രൂരമായ ആളുകളെ മർദ്ദിച്ചത്. മുഖ്യമന്ത്രി പോയി കഴിഞ്ഞിട്ട് വന്ന വാഹനത്തിൽ നിന്ന് ഇറങ്ങിയാണ് മർദ്ദിച്ചത്. മുഖ്യമന്ത്രി ഇതൊന്നും കാണൂല. ഈ ക്രിമിനലുകളെ, ഈ നാണമുണ്ടോ മുഖ്യമന്ത്രിക്ക് ഈ കസേരയിലിരിക്കാൻ? കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ്. കേരളത്തിലെ അറിയപ്പെടുന്ന ക്രിമിനലുകൾ അവരെ തെരുവിലിറക്കിയിട്ടാണ് അദ്ദേഹത്തിന് സംരക്ഷണം. അപ്പോൾ പോലീസിൽ വിശ്വാസമില്ല മുഖ്യമന്ത്രിക്ക്. അപ്പോൾ അത് ഞങ്ങൾ ശക്തമായ സമരപരിപാടികളും ശക്തമായ പ്രതികരണങ്ങളും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും, ഒരു സംശയം വേണ്ട.
കോൺഗ്രസ് പ്രവർത്തകരെ അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പരാമർശത്തിന് മറുപടിയുമായി എൽ.ഡി.എഫ് കൺവീനർ ഇ.പി. ജയരാജൻ. എണ്ണി തിരിച്ചടിക്കാൻ മറുഭാഗത്തും ആളുണ്ടെന്ന് സതീശൻ ഓർക്കണം. തല്ലാൻ വരുമ്പോൾ പുറം കാണിച്ചു തരില്ല. സതീശൻ ഇരിക്കുന്ന സ്ഥാനം മനസ്സിലാക്കി സംസാരിക്കണമെന്നും ഇ.പി. പറഞ്ഞു. സതീശൻ പത്രസമ്മേളനം നടത്തി എണ്ണി തിരിച്ചടിക്കാൻ പുറപ്പെടുമ്പോൾ സതീശ എണ്ണി കണക്ക് തീർക്കാൻ മറുഭാഗം ഉണ്ടാകും നോക്കിക്കോ. അഹങ്കാരത്തിനും ധിക്കാരത്തിനും ഒരു പരിധിയുണ്ട്. അതുകൊണ്ട് ഇരിക്കുന്ന സ്ഥാനത്തെക്കുറിച്ച് ആലോചിച്ച് പ്രഖ്യാപനം നടത്താം. നിങ്ങൾ അടിക്കാൻ വരുമ്പോൾ എല്ലാവരും പുറം കാണിച്ചു തരുമെന്ന് ധരിക്കണ്ട. അതുകൊണ്ട് ആ പ്രഖ്യാപനം തന്നെ ഞാനിവിടെ പറഞ്ഞതുപോലെ സംഘർഷവും സംഘടനയും ഉണ്ടാക്കാനാണ്. അതുകൊണ്ട് ഇത്തരം പ്രവണതകളിൽ നിന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് എന്ന കാര്യം മനസ്സിലാക്കി പിന്തിരിയുക. വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ കലാപമുണ്ടാക്കാനാണ് ശ്രമിച്ചതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ പറഞ്ഞു. ഒരു സംഘർഷവും ഉണ്ടായിട്ടില്ല, മറിച്ച് പോലീസിന് നേരെയുള്ള കടന്നാക്രമണം മാത്രമാണ് നടന്നത്. ജനാധിപത്യ വിരുദ്ധ നിലപാടാണിത്. പോലീസ് നല്ല ആത്മസംയമനം പാലിച്ചു എന്നും M.V. ഗോവിന്ദൻ പറഞ്ഞു. വലിയ സംഘർഷമാണ് ഉണ്ടായിട്ടുള്ളത് തിരുവനന്തപുരത്ത്. ഒരു സംഘർഷം ഉണ്ടായില്ല. അവിടെ കോൺഗ്രസ്സുകാർ, യൂത്ത് കോൺഗ്രസ്സുകാർ വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ കലാപം നടത്താനുള്ള ശ്രമം നടത്തിയത്. എല്ലാ മീഡിയയും ഒരേപോലെ പറഞ്ഞിട്ടുള്ളത് പോലീസ് ഇതുപോലെ ആത്മസംയമനം പാലിച്ച ഒരനുഭവം ഈ തിരുവനന്തപുരം പട്ടണത്തിൻ്റെ ചരിത്രത്തിലില്ല എന്ന് എല്ലാ മീഡിയയും ഒരേപോലെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മീഡിയക്ക് യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളെല്ലാം കണ്ട് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് നിലപാട് സ്വീകരിക്കുകയാണ് വേണ്ടത്. മീഡിയ അതാ ചെയ്യേണ്ടത്. പക്ഷേ ഇതിനകത്ത് ഈ വി.ഡി. സതീശൻ പറഞ്ഞതേ, അതായത് ഇനി തൊട്ട് തിരിച്ചടി തുടങ്ങും എന്നാ പറഞ്ഞത്. അത് കല്യാശ്ശേരി തുടങ്ങും എന്ന രീതിയിലേക്കുള്ള ഒരു പ്രകോപനം വൈകാരികമായി അതിലൊന്നും ഞാനിപ്പം തിരിച്ചടിയോ അടിയോ ഒന്നും അല്ല ഇവിടെ സംഭവിച്ചത്. യഥാർത്ഥത്തിൽ പൂർണ്ണമായിട്ടും അവർ കടന്നാക്രമണം നടത്തുകയാണ് ചെയ്തിട്ടുള്ളത്. പോലീസിന് നേരെ കടന്നാക്രമണം നടത്തുകയില്ല. പോലീസിനെ അടിച്ച് പരിക്കേൽപ്പിക്കുക, അവരുടെ എല്ലാ സാധന സാമഗ്രികളും പിടിച്ചെടുക്കുക, അടിച്ചു പൊളിക്കുക, ഇതൊക്കെ ഇതുവരെ സാധാരണ കേട്ട കേൾവിയുള്ളതല്ല. ഇത് തികച്ചും തെറ്റായ ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ രീതിയിലുള്ളതല്ല. വലിയ കടന്നാക്രമണമാണ് നടന്നത്. ഇടവേള. കളിപ്പാട്ടം ആലഞ്ചേരി വാർത്തകൾ തുടരുന്നു. കെ സുധാകരന്റെ ഗവർണർ അനുകൂല പ്രസ്താവനയെ ആയുധമാക്കി CPM. സുധാകരൻ കാവ്യവൽക്കരണത്തിന് കൂട്ടുനിൽക്കുന്നുവെന്ന് സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ പറഞ്ഞു. അത്ഭുതകരമായ സ്റ്റേറ്റ്മെൻറ്റാണ് ഇന്നലെ KPCC പ്രസിഡന്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇപ്പോൾ പരസ്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് RSSൻ്റെ കൊള്ളാവുന്ന ആളുകളെയെല്ലാം സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടുള്ള ഗവർണറുടെ നിലപാട് പൂർണ്ണമായിട്ടും ശരിയാണ് എന്നാണ്. സുധാകരനെ പോലെയുള്ള KPCC പ്രസിഡന്റ് ഇതിനെല്ലാം വെള്ളപൂശി കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടി പൂർണ്ണമായിട്ടും കൂട്ടുനിൽക്കുന്നു എന്ന് വരുമ്പോൾ കോൺഗ്രസ്സിലുള്ള ഞങ്ങൾ പൂർണ്ണമായിട്ടും കോൺഗ്രസ് ഈ സുധാകരൻ പറയുന്നതിനോടൊപ്പമാണെന്നുള്ള ധാരണയിലല്ല ഞങ്ങളുള്ളത്. എന്നാൽ കോൺഗ്രസ്സിലുള്ള മതനിരപേക്ഷ ഉള്ളടക്കം നിലനിൽക്കണം, മതനിരപേക്ഷതയെ കാത്തുസൂക്ഷിക്കണം, വർഗീയ ശക്തികൾക്ക് ഒരു വിളനിലമാക്കി കേരളത്തെയും അതിൻ്റെ ഭാഗമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളെയും മാറ്റാൻ അനുവദിക്കില്ല എന്ന് കാണുന്ന ജനാധിപത്യ വിശ്വാസികളായ കോൺഗ്രസ്സുകാരുൾപ്പെടെ ഈ KPCC പ്രസിഡന്റിൻ്റെ ഈ നിലപാടിനെതിരായിട്ട് മുന്നോട്ടേക്ക് വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സുധാകരൻ പറഞ്ഞത് തിരുത്തി വ്യക്തത വരുത്തിയിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. താൻ സുധാകരനുമായി സംസാരിച്ചു. ഗവർണർക്ക് തങ്ങൾ ഒരു പേരും കൊടുക്കില്ല, രാഷ്ട്രീയത്തിന്റെ നിറം നോക്കാതെ കൊള്ളാവുന്നവരെ വെക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാടെന്നും സതീശൻ പ്രതികരിച്ചു. അദ്ദേഹം തിരുത്തിയല്ലോ. നമുക്കിപ്പോൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത തരത്തിൽ കാര്യങ്ങൾ വരുമ്പോൾ നമ്മളത് കറക്റ്റ് അതിനെല്ലാം അപ്പം തന്നെ തിരുത്തുക. അത് ചൂണ്ടിക്കാണിച്ച് കൊടുക്കുമ്പോൾ അതിനുള്ള ഒരു അപകടം അദ്ദേഹത്തിന് മനസ്സിലാവുകയും അദ്ദേഹം അത് കൃത്യമായി ചെയ്യുകയും ചെയ്തു. അദ്ദേഹം അത് ക്ലാരിഫൈ ചെയ്തു. അത് പറഞ്ഞപ്പോൾ അങ്ങനെ ആയിപ്പോയതാണ്. അദ്ദേഹം അത് ക്ലാരിഫൈ ചെയ്തു, അദ്ദേഹം അത് തിരുത്തി. ഗവർണർ അനുകൂല പ്രസ്താവന നടത്തിയ കെ സുധാകരനെതിരെ കോൺഗ്രസിൽ അതൃപ്തി പുകയുകയാണ്. പാർട്ടി അധ്യക്ഷന്റെ സംഘപരിവാർ അനുകൂല പ്രസ്താവന കടുത്ത സംഘടനാ പ്രതിസന്ധിയുണ്ടാക്കുന്നു. നിരന്തരം പാർട്ടിയെ വെട്ടിലാക്കുന്ന തരത്തിൽ അധ്യക്ഷൻ തന്നെ പ്രസ്താവന നടത്തുന്നതിൽ AICCക്ക് ഒരു വിഭാഗം നേതാക്കൾ പരാതി നൽകി. വിവാദ പ്രസ്താവന നടത്തിയ ശേഷം പിന്നീട് തിരുത്തിയിട്ട് കാര്യമില്ലെന്നും സുധാകരനെ എതിർക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നു. ഇതിനിടെ സുധാകരന്റെ പ്രസ്താവനയെ ആയുധമാക്കി ഇടതുപക്ഷവും രംഗത്തെത്തി കഴിഞ്ഞു. ഇന്നലെ ഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ഗവർണർ സംഘപരിവാർ നേതാക്കളെ സെനറ്റിൽ നിയമിച്ചതിൽ തെറ്റില്ല എന്ന് സുധാകരൻ പറഞ്ഞു.
കേരള സർവകലാശാലയിലെ ബാനർ വിവാദം തുറന്ന പോരിലേക്ക്. SFIക്ക് പിന്തുണയുമായി സർവകലാശാല സിൻഡിക്കേറ്റ് രംഗത്തെത്തി. ബാനർ അഴിക്കരുതെന്ന് രജിസ്ട്രാറോട് സിൻഡിക്കേറ്റ് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം ബാനർ നീക്കണമെന്ന് VC രജിസ്ട്രാർക്ക് ഉത്തരവ് നൽകിയിരുന്നു. കേരള സർവകലാശാലയിലെ സെനറ്റ് നിയമന വിഷയത്തിൽ ഗവർണർക്കെതിരെ കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനകളും പ്രതിഷേധിച്ചു. സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിലായിരുന്നു പ്രതിഷേധം. കേരളത്തിന്റെ മതനിരപേക്ഷ പാരമ്പര്യത്തെ തകർക്കാനുള്ള കെ സുധാകരന്റെ ഗൂഢാലോചനയ്ക്കെതിരെ ജനാധിപത്യ കേരളം രംഗത്തിറങ്ങണമെന്ന് MV ഗോവിന്ദൻ. വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്ന നയങ്ങളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുകയാണ്. അതിന്റെ ഭാഗമായാണ് കേരളത്തിലെ സർവകലാശാലകളിൽ സംഘപരിവാറുകാരെ ഗവർണർ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തത്. ഗവർണറുടെ ഈ നടപടിക്കാണ് കെ സുധാകരൻ ഇപ്പോൾ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് കോൺഗ്രസിലെയും UDFിലെയും മതനിരപേക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്ന വ്യക്തികളും പ്രസ്ഥാനങ്ങളും നിലപാട് വ്യക്തമാക്കണമെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. മുഖ്യമന്ത്രിക്കും ഗവർണർക്കുമെതിരെ ബാനറുമായി KSU. കൊച്ചി യൂണിവേഴ്സിറ്റി ക്യാമ്പസ് വളപ്പിലാണ് KSUവിന്റെ ബാനർ. മുഖ്യനും ഗവർണർക്കും വീതം വയ്ക്കാനുള്ളതല്ല കേരളത്തിലെ സർവകലാശാലകളെന്നാണ് ബാനറിൽ എഴുതിയിരിക്കുന്നത്. ഗവർണർ പരിണിതപ്രജ്ഞനായ വ്യക്തിയാണെന്ന സ്പീക്കർ AN ഷംസീറിന്റെ പരാമർശത്തെ തള്ളി മന്ത്രി V ശിവൻകുട്ടി. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഗവർണർ പരിണിതപ്രജ്ഞനല്ല. സംസ്കാരമുള്ള ഒരാളുടെ പ്രയോഗങ്ങളല്ല ഗവർണർ നടത്തുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ മോശം പദപ്രയോഗങ്ങൾ നടത്തിയ വ്യക്തിയാണ് ഗവർണർ. ചാൻസലർ എന്ന നിലയിലും ഗവർണർ പരിണിതപ്രജ്ഞനല്ലെന്നും V ശിവൻകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു. ഉപരാഷ്ട്രപതിയെ പരിഹസിച്ച TMC MP കല്യാൺ ബാനർജിയുടെ നടപടി ആയുധമാക്കി BJP. ഉപരാഷ്ട്രപതിയെ ആക്ഷേപിച്ചതിനെതിരെ രാജ്യസഭയിൽ BJP MPമാർ രംഗത്തു വന്നു. ജനപ്രതിനിധികൾ പരിധി വിടരുതെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിപ്രായപ്പെട്ടു. ഉപരാഷ്ട്രപതിയെ പിന്തുണച്ച് പ്രധാനമന്ത്രിയും ലോക്സഭാ സ്പീക്കറും രംഗത്തെത്തി. വ്യക്തിപരമായ അധിക്ഷേപമാണെങ്കിൽ സഹിക്കുമായിരുന്നുവെന്നും തന്റെ പദവിയെയും തന്റെ സമുദായത്തെയുമാണ് അപമാനിച്ചതെന്നും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ പറഞ്ഞു. ഇത് സംബന്ധിച്ച ചോദ്യത്തോട് പ്രതികരിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായില്ല. ആരെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്നായിരുന്നു TMC MP കല്യാൺ ബാനർജിയുടെ പ്രതികരണം. സസ്പെൻഷൻ നടപടിയിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായി. പ്രതിപക്ഷ ബഹളത്തിൽ രാജ്യസഭയും ലോക്സഭയും പലതവണ തടസ്സപ്പെട്ടു. രാവിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ സസ്പെൻഷനിലായ MPമാർ പ്രതിഷേധിച്ചു. തെക്കൻ തമിഴ്നാട്ടിൽ പ്രളയക്കെടുതി രൂക്ഷം. 10,000-ഓളം പേരെ മാറ്റിപ്പാർപ്പിച്ചു. തിരുനെൽവേലിയിലെ താമ്രപർണി നദി കരകവിഞ്ഞു. നിരവധി കെട്ടിടങ്ങൾ വെള്ളത്തിനടിയിലായി. 4 വ്യോമസേനാ ഹെലികോപ്റ്ററുകളും 2 നാവികസേനാ ഹെലികോപ്റ്ററുകളും 2 തീരരക്ഷാസേനാ ഹെലികോപ്റ്ററുകളും രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. 10 ടണ്ണിലധികം ദുരിതാശ്വാസ സാമഗ്രികൾ എയർ ഡ്രോപ്പ് ചെയ്തു. 2 ദിവസമായി ശ്രീവൈകുണ്ഠത്ത് ട്രെയിനിൽ കുടുങ്ങിക്കിടന്ന യാത്രക്കാരെ വെള്ളം ഇറങ്ങിയതോടെ പ്രത്യേക തീവണ്ടിയിൽ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി. ഇന്ന് മഴ മുന്നറിയിപ്പുള്ള തെങ്കാശി, തിരുനെൽവേലി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും തൂത്തുക്കുടി ജില്ലയിൽ പൊതു അവധിയും പ്രഖ്യാപിച്ചു. പരീക്ഷകൾ മാറ്റിവെച്ചു. തൂത്തുക്കുടി തിരുനെൽവേലി ദേശീയപാതയിൽ റോഡ് പൂർണ്ണമായും തകർന്ന അന്റോണിയർപുരത്ത് അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നു. തമിഴ്നാടിന്റെ പ്രളയബാധിത മേഖലകൾ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ സന്ദർശിക്കും. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ MK സ്റ്റാലിൻ 12,000 കോടിയുടെ ദുരിതാശ്വാസ സഹായം ആവശ്യപ്പെട്ടിരുന്നു. മഴക്കെടുതിയിൽ ഇതുവരെ 10 പേർക്ക് ജീവൻ നഷ്ടമായി. ശബരിമല വാർത്തകൾ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മിൽമ, കേരളം കണികണ്ടുണരുന്ന നന്മ. ശബരിമലയിൽ ഭക്തജന തിരക്ക് വർദ്ധിച്ചതോടെ പമ്പ മുതൽ സന്നിധാനം വരെ കടുത്ത നിയന്ത്രണങ്ങൾ. പമ്പയിൽ നിന്നും സന്നിധാനത്ത് എത്തിച്ചേരാൻ 10 മണിക്കൂറിലധികം എടുക്കും. പമ്പയിലെ തിരക്ക് അനിയന്ത്രിതമാകാതിരിക്കാൻ കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ ഇടത്താവളങ്ങളിൽ അയ്യപ്പന്മാരെ നിയന്ത്രിക്കാനാണ് പോലീസിന്റെ നീക്കം. ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ബാഡ്മിന്റൺ താരങ്ങളായ ചിരാഗ് ഷെട്ടിക്കും സ്വാതിക് സായി രാജ് രംഗിറെഡ്ഡിക്കുമാണ് ഇത്തവണത്തെ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം. 26 പേർക്ക് അർജുന അവാർഡ്. ക്രിക്കറ്റിൽ നിന്ന് മുഹമ്മദ് ഷമിക്കാണ് അർജുന പുരസ്കാരം. ഗുസ്തി കോച്ച് ലളിത് കുമാർ, ചെസിന്റെ കോച്ച് RB രമേശ്, പാരാ അത്ലറ്റിക് കോച്ച് മഹാവീർ പ്രസാദ് സൈനി, ഹോക്കി കോച്ച് ശിവേന്ദ്ര സിംഗ്, ഗണേഷ് പ്രഭാകർ എന്നിവർക്കാണ് ദ്രോണാചാര്യ അവാർഡ്.
ജനുവരി 9 പുരസ്കാരങ്ങൾ സമ്മാനിക്കും. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി